അതിഥിയായി 24-ൽ ചേരുന്നു ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ. മിനിസ്റ്റർ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് വിത്ത് us. ഗുഡ് ഈവനിങ്. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കളുടെ 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ഞാൻ വളരെ സസൂക്ഷ്മം സശ്രദ്ധം കാണുകയും കേൾക്കുകയുമായിരുന്നു. ഇപ്പോൾ എല്ലാ സമയത്തും ഈ ബജറ്റിന് തൊട്ട് മുൻപുണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ താങ്കളുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ കേട്ടിട്ടുള്ളത് സംസ്ഥാനം കടന്നു പോകുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ചാണ്, സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. പക്ഷേ ഈ ബജറ്റിൽ താങ്കൾ പറയുന്നു ഈ ട്രഷറിയിൽ പൂച്ചവെറ്റ് കിടക്കുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊക്കെ ഉള്ള വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ, അത് ദുരുപദിഷ്ടപരമാണ് എന്നാണ് താങ്കൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ടെന്നാണോ മിനിസ്റ്റർ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതോ അത്ര കാര്യമായ ഒരു പ്രതിസന്ധി നമുക്കില്ല എന്നാണോ? ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്നത് എന്താ, കേരളത്തിലെ എല്ലാ പരിപാടിയും അടച്ചു പൂട്ടി, ട്രഷറി അടച്ച് താക്കോലും പൂട്ടി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. ഒരു പണവും ചിലവാകുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഞങ്ങൾ ചുമതല ഏറ്റെടുക്കുന്ന ഈ രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ ഭാഗമായി ചുമതല ഏറ്റെടുക്കുന്ന ആദ്യത്തെ വർഷം 1,38,000 കോടി രൂപയായിരുന്നു. ഞാൻ ചുമതല എടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം, കോവിഡിൻ്റെ അവസാന വർഷം, എല്ലാ കാര്യങ്ങളും കിറ്റും ഫ്രീ കിറ്റും അതും ഇതെല്ലാം കൊടുത്ത വർഷമാണ്. അന്ന് 1,38,000 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് വഴി ചിലവായത്. ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഓരോ വർഷങ്ങളിൽ നോക്കിയാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങിൻ്റെ സ്വഭാവം കാണാം. കഴിഞ്ഞ വർഷം 1,58,000 കോടി രൂപ ചിലവാക്കി. എന്ന് പറഞ്ഞാൽ 1,38,000 നിന്ന് 1,58,000. ഈ വർഷം അത് 1,68,000 ആവും. അപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം പൊളിഞ്ഞു പോയി, അടഞ്ഞു പോയി, പണം ചിലവാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,38,000 കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 1,68,000 ആവണ്ടല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇവരുടെ സമീപനം കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൊടുക്കേണ്ട പണം ഒന്നും കുറച്ചിട്ടില്ല. 3 വർഷം കൊണ്ട് 30,000 കോടി രൂപ അധികം കൊടുക്കുന്ന ഒരു സംസ്ഥാനം. 1,68,000 കോടി, 1,38,000 നിന്ന് 30,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല കൊടുക്കുന്നുണ്ടോ എന്നുള്ള വസ്തുത ഞാൻ ബഡ്ജറ്റിൽ പറയണ്ടേ. ധനപ്രതിസന്ധി നല്ല മിനിസ്റ്റർ, അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലവിലെ ധനാവസ്ഥയെ, ധനസ്ഥിതിയെ താങ്കൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചോദ്യത്തിലൂടെ. അതിനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നാണോ അതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാണോ? സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാനാണെങ്കിൽ ബേസിക്കലി നമ്മൾ തന്നെ വല്ലാതെ തകർച്ചയിലൊന്നും ആയിട്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ പ്രതിസന്ധി എന്ന് പറയാൻ ഇല്ല. അപ്പോൾ ഇതുവരെ ഈ ബുദ്ധിമുട്ട് ഇവരുണ്ടാക്കുന്നതാണ്. നമുക്ക് തരേണ്ട കാര്യങ്ങൾ തരാതെ നമ്മളെ ഒരു വല്ലാത്ത ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്നു. അത് സ്ഥിരമായിട്ട് അത് തരാതിരിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ നമുക്ക് പ്രശ്നം രൂക്ഷമാവും. ഇപ്പോൾ നമുക്ക് ഏറ്റവും എലിജിബിളായി തരാനുള്ള പണം തരിക എന്നേ ഉള്ളൂ. അപ്പോൾ അത് വാസ്തവത്തിലൊരു ദീർഘകാലമായി നിൽക്കുന്ന, ആകെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു വല്ലാത്ത പ്രതിസന്ധി ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ പ്രധാനം തന്നെയാണ്. അവരിപ്പോൾ ഈ സമയത്ത് നമ്മളോടിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള സമീപനം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നെന്നുള്ള കാര്യം എനിക്ക് പറയാൻ മടിയില്ല. കാര്യം കേസും തർക്കങ്ങളും ഒക്കെ വന്നു. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യമുണ്ട്. നേരത്തെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രി, കേരളത്തിലെ LDF ഗവൺമെൻറ്റും വെറുതെ പറയുന്നതാണ്, ചുമ്മാതാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രം എടുക്കുന്ന നിലപാട് ഫെഡറലിസത്തിനെ ബാധിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ, അവരുടെ പാർട്ടികൾ ഇപ്പോൾ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ 8-ാം തീയതിയാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ആകെ പോകുന്നത്. പക്ഷേ 8-ാം തീയതി പോകുമ്പോൾ അതിനേക്കാളും മുന്നേ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രിയുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, തമിഴ്നാട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ബംഗാളിൽ ഈ സമരം നടക്കുന്നു, പഞ്ചാബിൽ നടക്കുന്നു. അപ്പോൾ മിനിസ്റ്റർ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം ഈ സംസ്ഥാനങ്ങളോട്, അതായത് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പുലർത്തുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ദുസ്ഥിതിയുടെ കാരണമെങ്കിൽ താങ്കളുടെ ബജറ്റിൽ, താങ്കൾ ഇന്ന് അവതരിപ്പിച്ച 2.5 മണിക്കൂർ നീണ്ട ബജറ്റിൽ ഈ ധനകാര്യ ദുസ്ഥിതിയെ മറികടക്കാനുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സാമ്പത്തിക വിദഗ്ധർ ഈ ബജറ്റിനെ വിമർശനപരമായി കാണുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അധിക വിഭവ സമാഹരണത്തിനോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിലെ സാമ്പത്തിക ദുസ്ഥിതിയെ മറികടക്കാൻ പാകത്തിലുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ്, നിർദ്ദേശങ്ങൾ ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല എന്നതാണ്. ഈ വിമർശനങ്ങളെ താങ്കൾ എങ്ങനെ സ്വീകരിക്കും? ഈ ബഡ്ജറ്റിൻ്റെ പൊതു സ്വഭാവത്തെ സംബന്ധിച്ച് വിമർശനം ഉള്ളവരെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞവരെക്കാളും കൂടുതൽ ഇത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാണ്
കൂടുതലും സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാരും ബിസിനസ് രംഗത്തെ ആളുകളും പറയുന്നതായിട്ട് ഞാൻ കാട്ടത്. രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകൾ എപ്പോഴും എതിർപ്പ് പറയും. വിമർശനം ചില ആളുകൾ ഇപ്പം പോസിറ്റീവായി പറയുന്ന ആളുകളും അതിനകത്ത് ചില വിമർശനങ്ങൾ കൂട്ടി പറയും. കാരണം വിമർശനമില്ലാതെ എല്ലാം നല്ലത് മാത്രമാണെന്ന് പറയുക എന്നുള്ളതല്ല വേണ്ടത്. വിമർശനം കേൾക്കാൻ ഞങ്ങളും തയ്യാറാണല്ലോ. കാരണം എവിടെയാണ് ശരിയാക്കാൻ പറ്റുക എന്ന് നോക്കട്ടെ. ഇതിനകത്ത് അധിക വിഭവ സമാഹരണം ഇല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നത് കേട്ടു. നേരത്തെ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു പത്ര സമ്മേളനത്തിൽ. അധിക വിഭവ സമാഹരണം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം അധിക വിഭവ സമാഹരണം ഉണ്ടാക്കിക്കൊണ്ടുവരാനായിട്ട് എന്ത് കാര്യങ്ങളാണ് കേരളത്തിൽ നമുക്കുള്ളത്? ഒന്ന് നമ്മുടെ പെട്രോള്, ഡീസൽ, 2 മദ്യം. ഇതല്ലാതെ പിന്നെ മൊത്തം നോൺ ടാക്സ് അല്ലേ. നോൺ ടാക്സിൽ കുറേ ഐറ്റങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ചാർജ് കൂട്ടി. ബാക്കി സെയിൽ ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ GST ആണ്. നമുക്കതിനകത്തൊരു റോളും ഇല്ല. പെട്രോളിന് ഇപ്പോൾ കൂട്ടാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം എന്തു വേണ്ടി വിവാദമാണ് ആ പെട്രോളിയം 2 രൂപ സെസ്സിൻ്റെ പേരിലുണ്ടായത്. ഇനി അതിൽ തൊടാൻ പറ്റുമോ? മദ്യത്തിന് ഇനിയിപ്പോൾ കേരളത്തിൽ വില കൂട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ എടുക്കാത്ത മേഖലകൾ ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഒരു എക്കണോമി നമുക്ക് കൂടുതൽ സാമ്പത്തികമായി വർധന ഉണ്ടാക്കാൻ പറ്റുക? എക്കണോമി ചലനാത്മകമാകണം, കൂടുതൽ തൊഴിലുണ്ടാവണം, അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പർച്ചേസസ് ഉണ്ടാവണം, കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവണം. അതിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ ബഡ്ജറ്റിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പുതിയ സാഹചര്യത്തിൽ വിഴിഞ്ഞം, കൊച്ചി തുടങ്ങിയ മേഖലകളുടെ പോർട്ട് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിൻ്റെ വലിയ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് വരാനുള്ള ധാരാളം അനുബന്ധമായ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി രംഗത്ത്, നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത്, ടൂറിസം രംഗത്തൊക്കെ ഉണ്ടാവാവുന്ന വലിയ സാധ്യതകളെ കൂടുതൽ മൂലധനം വന്നിട്ട് ആളുകൾ വരുന്ന കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളും വലിയ ആക്ടിവിറ്റി ഉണ്ടാവും. സർക്കാർ തന്നെ നേരിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് 10,000 കോടിയിലധികം സർക്കാർ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ബേസിക് മേഖലയിലും ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുത്തുകൊണ്ട് ടൂറിസം രംഗത്ത് ഒരു 5,000 കോടിയുടെ നിക്ഷേപമെങ്കിലും അടുത്ത വർഷം ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരത്തക്ക വിധത്തിൽ ഇൻട്രസ്റ്റിന് ഒരു ഇളവ് സർക്കാർ കൊടുത്തുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകളെ രംഗത്ത് കൊണ്ടുവന്ന് ചെയ്യിക്കുക എന്നുള്ളതാണ് ടാക്സ് കൂട്ടുന്ന പരിപാടി അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു വരുമാനം. മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വിമർശിക്കുന്നവരെ സംബന്ധിച്ച് അതിലൊരു രാഷ്ട്രീയമായ വിമർശനങ്ങൾ കൂടി ഉണ്ടാകും. ആ വിമർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത്തരമൊരു രാഷ്ട്രീയ വിമർശനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശകലനം ഈ ബജറ്റിനെ കുറിച്ച് നടത്തുമ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇടതുപക്ഷ സർക്കാരിന് സാമ്പത്തിക നയങ്ങളിലൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. സർക്കാർ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്ന് പിൻവാങ്ങുന്നു, പകരം കൂടുതൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഗത്യന്തരമില്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിൽ വരുത്തിയതാണോ ഈ സാമ്പത്തിക നയത്തിലെ മാറ്റം? അത് തെറ്റായൊരു പെർസെപ്ഷനാണ്. സ്വകാര്യ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും ഏത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്? കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യത്തെ ഇന്ത്യയിലെ ഇലക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് EMS മന്ത്രിസഭ വേണം. EMS മന്ത്രിസഭയുടെ കാലത്ത് പിന്നീട് 67 വന്ന EMS മന്ത്രിസഭയുടെ കാലത്ത് തന്നെ കേരളത്തിൽ അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. അല്ല മിനിസ്റ്റർ, പക്ഷേ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള സ്വകാര്യ നിക്ഷേപങ്ങൾ ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഇപ്പോഴും സമരരംഗത്താണ്. താങ്കൾ ഇത് പറയുമ്പോൾ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥി രംഗത്ത് ഈ പൊതുമേഖലയുടെ പ്രാധാന്യം കുറച്ച് കളഞ്ഞുകൊണ്ടല്ല. വിദ്യാർത്ഥി രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ ആകെ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 49% ശമ്പളവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ സ്റ്റേറ്റ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പുതിയ തലമുറ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ സാധ്യതകൾ വരണം. അതിനകത്ത് ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനടക്കമുള്ള തരത്തിലേക്കുള്ള നിയമഭേദഗതി വരുത്തണം. ഇവിടുന്ന് മറ്റ് സ്ഥലത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, അവിടെ നിന്നൊക്കെ പഠിക്കാൻ കേരളത്തിലേക്ക് വരാം. പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആളുകൾ വരുന്ന മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന മാത്രമല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നിന്നൊക്കെ വന്ന് ചേർന്ന് കുട്ടികളെ എടുക്കുന്നുണ്ട്. അങ്ങനൊരു സാഹചര്യം 30 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലല്ല വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ കാര്യം ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ച് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയും അല്ലാതുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദമില്ലാതെ തന്നെ വരുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. കാരണം വേണ്ട ഭരണഘടന അവരുടെ നയപരമായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സാധ്യതകളെ എങ്ങനെയാണ് പറ്റുക? അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ക്യാമ്പസുകൾ, യൂണിവേഴ്സിറ്റികളായാലും നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ നല്ല കോളേജുകളില്ല, ഇവിടെ വരാമല്ലോ. അത് ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയാണിപ്പോൾ. നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ ഫീസിനോ പഠിക്കുമ്പോൾ
ഒരു ക്രോസ് സബ്സിഡി ആയിട്ട് കുറേ വിദ്യാർത്ഥികൾ വരുന്നത് നല്ലതായിരിക്കും. അതെല്ലാം ഒരു എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് 10,000 കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷം 10,000 കോടിയെങ്കിലും പുറത്തേക്ക് പോകുന്നു എന്നാണ് കണക്ക്. അല്ല, ഞാൻ പറഞ്ഞത് മിനിസ്റ്റർ, ഇപ്പോൾ താങ്കൾ ഒന്നാം ഇടത് സർക്കാരിന്റെ EMS സർക്കാരിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് സ്വകാര്യ മേഖലയെ അങ്ങനെ പടിക്ക് പുറത്ത് നിർത്തുന്ന ഒരു സമീപനം ഇടതുപക്ഷ നയമല്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ആരോഗ്യ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ടൂറിസം മേഖലയിലേക്ക്, IT യിലേക്ക്, ആരോഗ്യ മേഖലയിലേക്ക്, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന ഒരു സമീപനം സംസ്ഥാന ബജറ്റിൽ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ താങ്കളുടെ പ്രഖ്യാപനങ്ങളിലുണ്ട്. എൻ്റെ ചോദ്യം പ്രധാനമായും അത് ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മാർഗത്തിലേക്ക് ഈ സർക്കാർ കടന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നാണ്. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ആ രംഗത്തേക്ക് കടന്നതല്ല, അതെല്ലാം കൂടി ചേർന്ന് ഇത് വരണമെന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ, വിദേശത്ത് പോകുന്ന ആളുകൾ ഇപ്പോൾ തന്നെ വന്നിട്ട് ഈ പ്രവാസികൾ ഉൾപ്പെടെ വ്യവസായ രംഗത്തുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ വലിയ 15 ലക്ഷത്തിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു IT പാർക്കില്ലേ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ അലയൻസ് പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ വിദേശത്തെ ഒറാക്കിൾ പോലുള്ള സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് അവർ വരികയല്ലേ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗത്ത് വരികയല്ലേ, എല്ലാ രംഗത്തും വരികയല്ലേ. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? അത് തെറ്റായ ധാരണയാണ്. നമ്മൾ പ്രൈവറ്റ് ക്യാപിറ്റൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളെല്ലാം അഴിച്ചുവിട്ട് വെല്ലുവിളിച്ച് അത് അംഗീകരിക്കാതെ ഒരു പ്രൈവറ്റ് ക്യാപിറ്റലിനെ നമ്മൾ കൊണ്ടുവരുന്നില്ല. പക്ഷേ ഏത് കാലത്തും സ്വകാര്യ മൂലധനം വരുന്നതിന് ഇടതുപക്ഷം എതിരല്ല. പക്ഷേ സ്വകാര്യ മൂലധനം വരുന്നെങ്കിലും ജനങ്ങളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമെന്നും അത് പറ്റില്ല. ഇതല്ലേ പറയുന്നുള്ളൂ. ബാക്കി എന്നാ ഇവിടെ സ്വകാര്യ മൂലധനം ഇല്ലാത്തത്? പക്ഷേ ഇത് നല്ലപോലെ ഈ പ്രസംഗത്തിൽ മിനിസ്റ്റർ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക ദുസ്ഥിതിയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് താങ്കൾ നിർത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര വിഹിതം കൃത്യമായി കിട്ടുന്നില്ല, അതുപോലെ തന്നെ നികുതി GST വിഹിതത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്ന വിഹിതത്തിൻ്റെ കാര്യത്തിലുള്ള തടസ്സം, കടമെടുപ്പ് പരിധി കൂട്ടാതിരിക്കുന്ന സാഹചര്യം, കിഫ്ബിയിലെ കിഫ്ബി വഴിയുള്ള നിക്ഷേപത്തെ അത് കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന കേന്ദ്രത്തിൻ്റെ സമീപനം, ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബജറ്റിലും. അപ്പോൾ താങ്കൾ പറയുന്നത്, ഇത് ചില ധനകാര്യ വിദഗ്ധർ പറയുന്നു, ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ കേന്ദ്രത്തിനുള്ള സംസ്ഥാനങ്ങളോടുള്ള ഈ സമീപനത്തിൽ മാറ്റം വന്നേക്കാം. അങ്ങനെ വരാത്ത പക്ഷം ഒരു പ്ലാൻ ബിയെ കുറിച്ച് കേരളം ആലോചിക്കേണ്ടി വരും. ഏതായാലും മുട്ടുമടക്കാൻ കേരളം തയ്യാറല്ല, തോൽക്കാൻ കേരളം തയ്യാറല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഒരു പ്ലാൻ ബിയെ കുറിച്ച് സംസാരിച്ച ധനമന്ത്രി ആ പ്ലാൻ ബി എന്താണെന്ന് ഈ ബജറ്റിൽ വിശദീകരിക്കാതെ പോയത്? ഈ പ്ലാൻ ബി എന്താണെന്ന് ചോദിക്കുന്നത് ഈ ബി നിലവറയുടെ കാര്യം പറയുന്ന പോലെയാണ് ആളുകൾ ചോദിക്കുന്നത്. പ്ലാൻ ബി എന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പം നമ്മളുള്ള കൺവെൻഷനായിട്ടുള്ള കാര്യമല്ല, കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. അത് ഡിസ്കസ് ചെയ്ത് രൂപപ്പെടുത്തേണ്ടതാണ്. എല്ലാം രൂപപ്പെടുത്തി വെച്ചേക്കുന്നു നല്ല അർത്ഥം. എന്തായാലും നിലവിൽ നമുക്ക് ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ തകരാൻ പറ്റില്ല, തളരാൻ പറ്റില്ല, പുറകോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഈ നാട്ടിൽ നമ്മുടെ ഇത്രയും അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആ ആത്മവിശ്വാസം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം ഉണ്ട്. നമുക്കെല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കത് ഇതിനെ നേരിട്ട് നമ്മളെ അങ്ങനെ ശ്വാസം മുട്ടിക്കാനൊന്നും നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കേരളം അത്ര മോശമല്ല, കേരളത്തിന് ഇത് ചെയ്യാൻ പറ്റും, കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ബോധം തന്നെയാണ്. ആ ആത്മവിശ്വാസവും ആത്മാഭിമാനമാണ് ഞാൻ അവിടെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും മലയാളികൾ എന്ന നിലയിൽ, കേരളീയർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് വരുമ്പോൾ താങ്കൾ അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാകാതെ പോകുന്നുണ്ട് ഈ പ്രസംഗത്തിൽ. ആ ഭാഗം ഞാൻ പറയാം. താങ്കൾ പറയുന്നത് ഇത് കേരളത്തിനെതിരെ എഴുതുന്നവർ, കേരളത്തിനെതിരെ സംസാരിക്കുന്നവർ, എഴുതിയും പറഞ്ഞും മുന്നോട്ട് വരുന്ന ആളുകൾ കേരളത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ്. അത് ശരിയായോ മിനിസ്റ്റർ? അങ്ങനെ ഒരു സമീപനം താങ്കൾ സ്വീകരിച്ചത്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിമർശന വിധേയമല്ലാത്തത് എന്താണുള്ളത്? പറയുകയും കേൾക്കുകയും വിമർശിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യാനൊരു ജനാധിപത്യ മര്യാദയല്ലേ? അതിനെ പാടെ അടച്ചു മാറ്റുന്ന ഒരു സമീപനം എന്തുകൊണ്ടാണ് ധനമന്ത്രി ഈ പ്രസംഗത്തിൽ സ്വീകരിച്ചത്? ശരിയായോ അത്? അങ്ങനെ ഇൻ്റർപ്രിട്ടേഷനോട് അടിസ്ഥാനമില്ല. നമുക്കെതിരെ എഴുതുന്നവരും പറയുന്നവരും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായി എഴുതുകയും പറയുകയും ചെയ്യുന്നവരെ പറ്റിയാണ്. നിങ്ങളെന്തായാലും അങ്ങനെയുള്ളവരല്ലല്ലോ പത്രപ്രവർത്തനം എന്ന നിലയിൽ. അപ്പോൾ നമ്മളതിന് അങ്ങനെ കരുതുന്നത് ഒരു വിഭാഗം പത്രങ്ങളെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം പത്രങ്ങളും അതല്ലെന്നല്ലേ അതിനർത്ഥം. എന്നാൽ ചിലർ അകാരണമായിട്ട് അങ്ങനെ എഴുതുന്നുണ്ട്, ഇല്ലാത്ത വസ്തുക്കൾ എഴുതുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ചിലർ വളരെ റയറായിട്ട്, എനിക്ക് എല്ലാവരും സുഹൃത്തുക്കളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
അതുകൊണ്ട് സാധാരണ വിമർശനമൊന്നും വന്നാൽ പിണക്കമൊന്നും തോന്നുന്ന ഒരാൾ പോലും അല്ല ഞാൻ. എന്നെപ്പറ്റി പറഞ്ഞതിൻ്റെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെല്ലാം ചെയ്യുന്നത് മോശമാണ് എന്ന് നമ്മൾ പറയരുതെന്നേ ഉള്ളൂ. കേരളത്തിന് ഒത്തിരി പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. എനിക്ക് കേരളീയം എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഞാൻ ആ ബഡ്ജറ്റിനകത്ത് പറഞ്ഞതുപോലെ പ്രകൃതി മൈതാനിയിലെ നമ്മുടെ വാർഷികമായി നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റേണ്ട എല്ലാ വർഷവും നിൽക്കാവുന്ന കാര്യമാണത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് കേരളീയത്തിനകത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഒത്തിരി മെച്ചപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. ഈ ബജറ്റിനെ പ്രതിപക്ഷം നോക്കിക്കാണുമ്പോൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്നൊരു രാഷ്ട്രീയ വിമർശനമാണ്. അതായത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ഈ ബജറ്റ് പ്രസംഗം താങ്കൾ ഒരു രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റി എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ ആക്ഷേപം. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുമ്പോൾ വളരെ ബോധപൂർവം ഇത് പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ചില രാഷ്ട്രീയ പരാമർശങ്ങൾ താങ്കൾ ഈ ബജറ്റിൽ നടത്തി. അത് കീഴ്വഴക്കങ്ങൾക്ക് നിരക്കാത്തതും ബജറ്റിന്റെ പവിത്രത ഇല്ലാതാക്കുന്നതുമാണെന്നാണ് ഒന്നാമത്തെ വിമർശനം. അതിനുള്ള മറുപടി അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. വാസ്തവത്തിൽ സാധാരണ ബഡ്ജറ്റിൽ പറയുന്നതല്ലാതെ വേറെ എന്ത് കാര്യമാണ് പറഞ്ഞത്? അങ്ങനൊരു പ്രതിപക്ഷത്തെ എടുത്ത് ആകെ ആക്രമിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായി പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ വസ്തുതകൾ നിരത്തി സാമ്പത്തിക കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ലാത്ത എന്തെങ്കിലും കാര്യം അതിൽ പറഞ്ഞോ? സാധാരണ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമന്ത്രിമാരുടെയോ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ജനപ്രതിനിധികളായിട്ടുള്ളവർ അവർ പിന്നെ പറയുന്നതിൻ്റെ ഉദാഹരണങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. ഇതിനേക്കാൾ എത്രയോ തുറന്ന് വളരെ അടച്ചാക്ഷേപിക്കുന്ന രാഷ്ട്രീയമാണ് പറയുന്നത്. പിന്നെ അത്തരം വേദികൾ ഇവിടെ അതൊന്നും പറഞ്ഞില്ലല്ലോ. കേരളത്തിന് കിട്ടാനുള്ള ഇത്ര ശതമാനം കിട്ടിയില്ല, ഇത്ര രൂപയെ കിട്ടിയുള്ളൂ, ഇത്ര കിട്ടേണ്ടതായിരുന്നു. പിന്നെ കേരളത്തെ പറ്റി വളരെ വിമർശനം പറയുന്ന ആളുകൾ അവർ ഈ കാര്യം മനസ്സിലാക്കണം. വിമർശനം പറയുന്ന ആളുകളുണ്ടല്ലോ, അത് പത്രക്കാരല്ല, ചില പ്രതിപക്ഷം മനഃപൂർവ്വം ഇത് പറയും. അത്തരം ഒരു കാര്യമല്ലാതെ ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷമോ വർഷമോ പറഞ്ഞിട്ടുള്ളതിൻ്റെ അത്രയും രാഷ്ട്രീയം ഓപ്പണായിട്ട് ഇതേപോലെ അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഇവിടെ പൊതുവായി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയമായിട്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം ആക്കിയിട്ടില്ല. എന്നാൽ രാഷ്ട്രീയമില്ലാത്തൊരു പ്രസംഗം കണക്ക് മാത്രം പറഞ്ഞ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കണക്ക് അവതരിപ്പിക്കുന്ന പോലെയോ ഒരു എംകോം വിദ്യാർത്ഥി ബാങ്കിൻ്റെ ഫൈനൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ ആകെ നമ്മുടെ സഹകരണ സംഘങ്ങളിലൊക്കെ അവസാനം കണക്ക് ഷീറ്റ് അവതരിപ്പിക്കുമല്ലോ, ആകെ ഇത്ര രൂപ വന്നു, വരവുകായി ഇത്ര, ചെലവുകായി ഇത്ര, ബാക്കി ഇത്ര എന്ന് പറയുന്നതല്ലല്ലോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ്. അതിനകത്ത് പറയാവുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പൊതുവിൽ അതിനകത്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ ഒരു എക്കണോമിയെ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയുന്നൊരു ഡയറക്ഷൻ ഈ സംസ്ഥാനത്തിലുണ്ട്. അതാണിപ്പം താങ്കൾ നേരത്തെ ചോദിച്ചത് തന്നെ. എങ്ങനെയാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റികൾ വരുന്നത്, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, പ്രൈവറ്റ് ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്, ആ പ്രൈവറ്റ് ക്യാപിറ്റൽ വരുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു നറേറ്റീവ് അതിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് എന്ന നിലയിലൊരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ധനമന്ത്രി, ഈ കണക്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പ്രതിപക്ഷത്തിന് മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ താങ്കൾ നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് എത്ര തുക വകയിരുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മിഷൻ സ്കീംസിൻ്റെ കാര്യത്തിൽ 119 കോടി രൂപ കഴിഞ്ഞ തവണ വകയിരുത്തി, 60 കോടി മാത്രമാണ് നടപ്പാക്കിയത്. കൃഷിയുടെ കാര്യത്തിൽ 38%, സഹകരണത്തിൻ്റെ കാര്യത്തിൽ 8.84%, ജലസേചനത്തിൻ്റെ കാര്യത്തിൽ 35%. ഇങ്ങനെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും എന്നാൽ ആ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള തുക നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ വെറും പാഴ്വാക്കല്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. വെറുതെ ചോദിക്കുകയല്ല, കഴിഞ്ഞ തവണത്തെ അനുഭവം വെച്ച് ചോദിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 105% അവർക്ക് പ്ലാനിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത് ഏകദേശം. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 90% വരെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞല്ലോ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, അതിനകത്ത് നമുക്ക് ഒരു ക്ഷേമ പദ്ധതി എടുക്കാം, കാരുണ്യയുടെ ബഡ്ജറ്റ് 600 കോടിയാണ്, ചിലവാക്കിയത് 1500 കോടിയാണ്. ബഡ്ജറ്റിനകത്ത് വെച്ച പണത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞ്, KSRTCക്ക് 1000 കോടിയാണ്, ചിലവാക്കിയത് 2600 2500 കോടിയാണ്. ഇതെല്ലാം കൊടുത്ത കണക്കാണല്ലോ. ഓരോ മാസവും എത്രയാണോ ഒപ്പിട്ട് പോയി ഇവിടുന്ന് സാങ്ഷൻ ആക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായി ആവർത്തിച്ച് അടിച്ചങ്ങ് പറഞ്ഞതുകൊണ്ട് സത്യമല്ലാതാവില്ല. ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇക്കാര്യം അവതരിപ്പിക്കുന്നതിനെ പറ്റിയാണ്.
ഇന്ന് ഞാൻ അവിടെ ബഡ്ജറ്റ് വായിക്കും പറഞ്ഞു, ഇതാ ഈ വർഷം ഞങ്ങൾ 645 പറ്റുവാണ്, 645 ഞാൻ വെച്ചേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേപോലൊരു തുക വെച്ചിട്ട് അതിൻ്റെ 3 ഇരട്ടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സാമൂഹ്യക്ഷേമ പദ്ധതി ഇപ്പം ഞാൻ പറയാൻ പറ്റും, മരുന്ന് മേടിക്കാനില്ല, നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, ഓരോ ചാനലുകളും പത്രങ്ങളും കൊടുക്കുന്നു, മരുന്നിൻ്റെ പണം തീർന്നു പോയി, ആശുപത്രി പണം കിട്ടിയില്ല, വാർത്ത വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ബഡ്ജറ്റിൽ 642 കോടി ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാൻ 642 തരൂ എന്ന് പറയാൻ പറ്റില്ല. ധനകാര്യമന്ത്രിക്കും പറ്റില്ല, മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും പറയാൻ പറ്റില്ല. പക്ഷേ അത് ബഡ്ജറ്റിൻ്റെ ഇരട്ടിയിലധികം കൊടുക്കേണ്ടി വരും. ബഡ്ജറ്റ് പക്ഷേ ഇത്രയും പണമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ ബഡ്ജറ്റിൻ്റെ കണക്ക്. അതുകൊണ്ടാണ് ബഡ്ജറ്റ് വെക്കുന്നതിനേക്കാളും പല സ്ഥലത്തും എക്സീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതുപോലുള്ള കാര്യങ്ങൾ. അവിടെ നിന്നും കുറച്ച പ്രശ്നമേ ഇല്ല. എന്നാൽ നമുക്കിനി കൂടുതൽ ഉണ്ടാവേണ്ട ആവശ്യത്തിന് യാതൊരു കൺട്രോളും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വേണ്ടി വരികയും ചെയ്യും. ധനമന്ത്രി, ഈ ബജറ്റിൽ താങ്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം കൂടി, താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി താങ്കൾ ഈ ബജറ്റിൽ നടത്തുന്നത് മന്ത്രിമാരുടെ വിദേശയാത്രയാകട്ടെ, അവരുടെ വരവ് ചെലവുകളുടെ കാര്യമാട്ടെ, അങ്ങനെ ധൂർത്തുണ്ട് എന്ന് തെളിയിക്കാൻ താങ്കൾ വെല്ലുവിളിക്കുകയാണ് UDF മന്ത്രിമാരുടെ ചിലവുമായി താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന്റെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 16.8 ലക്ഷം രൂപ, അത് 9 ലക്ഷമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ അത് 16.8 ലക്ഷം രൂപയായി കൂടിയിരിക്കുന്നു എന്നൊരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. അപ്പോൾ ഇതെല്ലാം ഈ സംസ്ഥാനത്തിന്റെ ധൂർത്തിന്റെ ലക്ഷണങ്ങളായി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നു വെല്ലുവിളിക്കുന്നു ഞാൻ, അതേസമയം തന്നെ ഇങ്ങനെയുള്ള ചെലവുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണ്, മുണ്ട് മുറുക്കി എടുത്ത് ജീവിക്കേണ്ട സമയമാണെങ്കിൽ ഇത് ധൂർത്തിന്റെ പരിഗണനയിൽ വരില്ലേ മിനിസ്റ്റർ? ഈ ധൂർത്ത് എന്താണ്, ആവശ്യ ചെലവ് എന്താണ്? ഒരു മുഖ്യമന്ത്രിയുടെ ക്രിസ്മസിന് ആളുകളെ വിളിച്ചിട്ട് അവരെല്ലാം ക്ഷണിച്ചൊരു പരിപാടി നടത്തിയത് ധൂർത്താണെന്ന് പറയുന്നതിനകത്തൊന്നും എനിക്ക് യോജിപ്പില്ല. അതേസമയം ഈ കഴിഞ്ഞ ഗവൺമെൻറ്റും അന്നത്തെ പേഴ്സണൽ സ്റ്റാഫ് നമ്പർ ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഈ കേരളത്തിൽ എന്ത് നടത്തുന്നതും ഭരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കാര്യമൊക്കെ ധൂർത്താന്ന് പറഞ്ഞാലോ, പണം ചെലവാക്കുന്നതിനകത്ത് നമ്മൾ എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും 1,68,000 1,70,000 കോടി രൂപ ചെലവാക്കുന്നൊരു സ്റ്റേറ്റാണ്. 1,70,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? ഈ പണമൊന്നും പൈസ ചെലവാക്കാതിരുന്നാൽ നമുക്ക് കുറച്ച് സേവിങ്സ് വരും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന സമീപനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ ഓണത്തിന് എന്തിനാ ഇത്രയും പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഓണം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു ആഘോഷം നടത്തിയത് എന്ന് വേണം ചോദിക്കാം. എന്തിനാണ് നമ്മുടെ നാട്ടിൻപുറത്തെ അമ്പലങ്ങളിലും പള്ളികളിലും പെരുന്നാൾ ഉത്സവം നടത്തുന്നത് എന്ന് വേണം ചോദിക്കാം. അതെല്ലാം ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, ഓരോന്ന് ചെയ്യേണ്ട ഭാഗമാണ്. അതുപോലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഒരു പരിപാടിയുടെ ഭാഗമായി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രി അല്ല, പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അതെടുക്കേണ്ട കാര്യമില്ല. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ഓണത്തിന് ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യം ആഗസ്റ്റ് 15-ന് ആളുകളെ കാണേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഗവർണറും ക്ഷേമ പെൻഷൻ ഒരു 100 രൂപയെങ്കിലും കൂട്ടണം എന്നൊരു വലിയ സമ്മർദ്ദം ഇടതുമുന്നണിയുടെ ഭാഗത്ത് താങ്കൾക്ക് മേൽ ഉണ്ടായിരുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരു നിവൃത്തിയും ഇല്ല എന്നൊരു നിലപാട് താങ്കൾ സ്വീകരിച്ചു എന്നാണ്. അത് ശരിയാണോ? അങ്ങനെ അമിതമായ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. കാരണം ചെറിയ രീതിയിൽ വ്യക്തിപരമായി മാത്രം ചെയ്യുന്നവരല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അല്ല, അങ്ങനൊന്നും പറയേണ്ട. ഇതിനെപ്പറ്റി സാധാരണഗതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 2,500 രൂപ ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നല്ല ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇവരിപ്പോൾ ഈ 57,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതി ഉണ്ടായില്ല. ഒരു 10-20,000 കോടിയും കൂടെ കിട്ടുകയാണെങ്കിൽ ഈ വർഷം തന്നെ 200 രൂപ ഞാൻ അധികം കൊടുത്തേനല്ലോ. DA 2-3 DA കൊടുത്തേനല്ലോ. അപ്പം കിട്ടാനുള്ള പണം കിട്ടുക എന്നുള്ളതും കിട്ടാതിരിക്കുന്നതുമായ 2 സ്ഥിതിയുണ്ട്. കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലേക്ക് വരെ സമരത്തിനായിട്ട് പോകുന്നു. ആദ്യം ഒരു വർഷം മുമ്പ് പറയുമ്പോൾ വിശ്വസിച്ചിരുന്നു ആരില്ല ഇത്തരം പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ ഡൽഹിയിലേക്ക് സമരത്തിന് പോവുകയാണ്. ഓരോ ദിവസവും ട്രഷറിയിലെ അവസ്ഥയും ഫണ്ടിൻ്റെ അവസ്ഥയും നേരിട്ടറിയുന്ന ഒരാളെന്നതിൽ എത്രത്തോളമാണ് ശ്വാസം മുട്ടിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കറിയുന്നതിൻ്റെ അത്ര അറിയില്ലെങ്കിലും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് മറ്റു ബന്ധപ്പെട്ടവർക്കറിയാം. അതുകൊണ്ട് അനാവശ്യമായ പ്രഷറൊക്കെ ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമാണെന്നതിൽ ആരും പറയില്ല. അത് വെറുതെയാണ്. ശരി, വളരെയധികം നന്ദി ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ. ഈ തിരക്കുകൾക്കിടയിലും താങ്കൾ 24-നായി സമയം കണ്ടെത്തിയതിന്, ഈ ബജറ്റുമായി ഉയർന്നു വരുന്ന സംശയങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞതിന് ശ്രീ KN ബാലഗോപാൽ ധനമന്ത്രി നമ്മളോട് സംസാരിക്കുകയാണ്.